ചേട്ടാ വേറെ ഒന്നുകൊണ്ട് ടെൻഷൻ അടിക്കണ്ട. നമ്മൾ നേരെ ചെന്നങ്ങോട്ട് കാര്യം പറഞ്ഞാൽ മതി. എനിക്കറിയാവുന്ന ആൾക്കാരിലൊക്കെ തന്നെയല്ലേ എവിടെ ഇരിക്കുന്നത്. പിന്നെ നമ്മൾ മുഖത്ത് നോക്കിയല്ലേ കാര്യം പറയുന്നേ. കാര്യം പറയുന്നു. മനസ്സിലായില്ലേ? പ്രശസ്തനായ എഴുത്തുകാരൻ സാഗർ കോട്ടപ്പുറം. സാഗർ കോട്ടപ്പുറം അല്ല, അതേട്ടൻ അദ്ദേഹം പോയില്ലേ. മറ്റേ എന്തായിരുന്നു, ശങ്കർ കോട്ടപ്പുറം. ഇവിടെ വന്നതിന്റെ ഉദ്ദേശം നല്ലൊരു സ്ക്രിപ്റ്റ് കയ്യിലുണ്ട്. ചെറിയൊരു പ്രൊഡക്ഷൻ പരിപാടി തട്ടിക്കൂട്ടി നമ്മുടെ കുടുംബത്തിലുള്ളവരെ തന്നെ അഭിനയിക്കുന്നു. നമ്മൾ പടം സെറ്റ് ചെയ്യുന്നു. എങ്ങനെയുണ്ട് ചേട്ടന്റെ മനസ്സുള്ള നായകന്റെ ഇത് പറ. ആ നടുക്കിരിക്കുന്ന കറുത്ത അഡ്രസ് ഇട്ട ആളില്ലേ, അതെ, അദ്ദേഹത്തെ എന്റെ നായകനാക്കിയാൽ കൊള്ളാമെന്നുണ്ട് എനിക്ക്. നടുക്കിരിക്കുന്നേ കലാഭവൻ. കലക്കി. എന്റെ സങ്കല്പത്തിലുള്ള നായക കഥാപാത്രം ചേട്ടന്റെ കാര്യത്തിൽ ഓക്കെയാണ്. ചേട്ടന്റെ ആ വിഗ് ഒന്ന് അഴിച്ചു മാറ്റിയാലേ അതൊന്ന് കംപ്ലീറ്റ് ആവുള്ളൂ. അയ്യോ, ഇത് വിഗ് അല്ല, ഇത് ഒറിജിനൽ ആണ്. നിങ്ങൾ ഉദ്ദേശിച്ചത് മറ്റേ കലാഭവൻ ഷാജോൺ ആയിരിക്കും. ഷാജോൺ ചേട്ടനായിരിക്കും ചിലപ്പോ. അപ്പൊ ഇത് കലാഭവൻ പ്രചോദ്. അത് കലാഭവൻ ഷാജോൺ, ഇത് കലാഭവൻ പ്രചോദ്. അപ്പൊ ഇദ്ദേഹത്തെ നമുക്ക് ചെറിയൊരു വേറൊരു ക്യാരക്ടർ ഉണ്ട്. കൊടുക്കണം. കാര്യം നമ്മുടെ കുടുംബത്തിലുള്ള എന്റെ മെയിൻ കൺസേൺ നസീർ സംക്രാന്തി. നസീർക്കൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഹാസ്യം ചെയ്യാം. ഹാസ്യം വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് നിങ്ങളെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്റെ ഒരു ശ്രമം. ഈ സിനിമയിൽ വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു കില്ലർ ഉണ്ട്, സൈലന്റ് കില്ലർ. ഇവിടെ ഏതാണ്ട് അങ്ങനെ അത് കൊടുക്കാം. അപ്പൊ അത് എക്സ്പീരിയൻസ് ഉള്ള ഒരു സംഗതിയാണ്. മിയക്ക് നമ്മൾ എന്ത് കൊടുക്കും? മിയക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഓഹോ, അതെന്താണ് അങ്ങനെയല്ല, എന്താ നല്ല ക്യാരക്ടർ എന്തെങ്കിലും, ആ ലുക്കൊക്കെ ഗ്രാമീണ സൗന്ദര്യവും ആ മുഖകാന്തിയൊക്കെ വെച്ചിട്ട്. ഓസ്ട്രേലിയയിലാണല്ലോ നമ്മുടെ പടം നടക്കുന്നത് സാർ, നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. അവിടെ മതി. അവിടുത്തെ ഗ്രാമത്തിൽ കങ്കാരുവിനെ മേച്ച് നടക്കുന്ന പെൺകുട്ടി. കങ്കാരു ആടിനെ അല്ലേ സാർ? ഓസ്ട്രേലിയയിലല്ലേ? ഓസ്ട്രേലിയ കങ്കാരു അല്ലേ? അല്ല, ഈ കങ്കാരുവിനെയൊക്കെ ഞാനെങ്ങനെ മേയ്ക്കാന്? ഒരു പ്രയാസമില്ല. ഈ രണ്ട് കമ്മൽ മേക്കാമെങ്കിൽ ആട്ടിനെ മേക്കുന്നൊക്കെ വെരി സിമ്പിൾ. കങ്കാരുവിനെ മേച്ച് നടന്നവർ ഓരോ ദിവസവും 10-40 ലിറ്റർ പാല ഗ്രാമത്തിൽ വിതരണം ചെയ്യും. കങ്കാരുവിനായിട്ട് പോയിട്ട് അല്ലേ CG ചെയ്യേണ്ടി വരും. കറക്കുന്നൊക്കെ അത് കങ്കാരു പാല് വിൽക്കുന്ന ലോകത്തിലെ ആദ്യത്തെ യുവതി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അവതരിപ്പിക്കാം. സങ്കല്പം മതിയല്ലോ. പുതിയ സ്ഥലം, പുതിയ സ്ക്രിപ്റ്റ് ഓക്കെ ആണെങ്കിൽ നമുക്ക് ഏതാണ്ട് വട്ടം എത്തിക്കാം. ബാക്കി നമുക്ക് 2-3 ഡിസ്കസ് കഴിയുമ്പോൾ കഥ റെഡിയാക്കാം. ഇതിന്റെ 4-5 പാർട്ടുകൾ വേറെ വേറെ ആയിട്ട് എടുക്കാനുള്ള ഉദ്ദേശമുണ്ട്. അതിനെ കഥയൊക്കെ അറിയാവോ? ഇപ്പൊ എന്തെങ്കിലും ഐറ്റം എന്തെങ്കിലും ഉണ്ടോ കയ്യില്? ഐറ്റം ഉണ്ടോന്നോ? കിഡ്ലൻ ഐറ്റം ഉണ്ട്. പക്ഷെ അത് ഇവിടെ അവതരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ എന്റെ കോ റൈറ്റേഴ്സ് ആയിട്ടുള്ള 2 ആളെയും കൂടി ഇങ്ങോട്ട് വിളിക്കണം. വിളിച്ചോ. ഒരു കഴിവുണ്ടോന്ന് കാണിക്കാനല്ലേ? വിളിച്ചോട്ടെ. കഴിവ് തെളിയിച്ച പ്രൊജക്റ്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ. കഴിവ് തെളിയിക്കുകയാണെങ്കിൽ ഞങ്ങൾ അഭിനയിച്ചോളാം. ഓക്കെ, ഞാൻ അവരെ വിളിക്കാം. നമ്മൾ പടം ചെയ്യാൻ തോന്നുന്നു. നോവലിസ്റ്റ് ശങ്കർ കോട്ടപ്പുറം. എന്റെ കഥയിലെ നായകനെ ഞാൻ കൊന്നു. കർക്കിടക മാസത്തെ മഴയുള്ള രാത്രിയിൽ പാടവരമ്പിലൂടെ നടന്നു വരികയായിരുന്നു രവീന്ദ്രനെ അവന്റെ കാമുകിയുടെ കാപാലികരായ വീട്ടുകാർ പുഞ്ചപ്പാടത്തിട്ട് വെട്ടി കൊന്നു. വെട്ടേറ്റ് മരിച്ചെങ്കിലും രവീന്ദ്രൻ ഇപ്പോഴും 2 അടിച്ചിട്ടേ കിടക്കാറുള്ളൂ. രവീന്ദ്ര അടിക്കണ വേണ്ട, എന്റെ അച്ഛനാ പറയുന്നത്. കഴിക്കണ പോരെ. ഇനിയാണ് കഥയിലെ ട്വിസ്റ്റ്. ഇപ്പോഴും രവീന്ദ്രനെയും കാത്ത് തെക്കേടുത്ത് തറവാടിന്റെ പൊമുഖപ്പടിയിൽ ഒരു പെൺകുട്ടി കാത്തിരിപ്പുണ്ട്. നരച്ച് കൊരച്ച് പൂതലിച്ച്. ഇപ്പോഴും ആ തള്ള ആരെയും കണ്ടു കഴിഞ്ഞാൽ എന്റെ രവീന്ദ്രനെ കണ്ടോ ചോദിക്കും. പാരട്ട തള്ള 90 വയസ്സായി, ഇപ്പോഴും പ്രേമ. എന്റെ തൂലികത്തുമ്പിൽ നിന്നും അങ്ങനെ ഒരു അന്തസ്സില്ലാത്ത കഥാപാത്രം ഉണ്ടാകുന്നതിൽ എനിക്ക് താല്പര്യമില്ല. കിച്ചണിലെന്തോ കരിഞ്ഞു മണക്കുന്നുണ്ട്. അവിടെ ചെന്നൊരു കട്ടൻ ചായ ഇട്ടിട്ടാവാം എനിക്കില്ല എടുത്ത്. ഇനി എന്തിനാണ് അങ്ങനെ കുനിഞ്ഞു നടക്കുന്നത്? നമ്മൾ കള്ളന്മാരല്ലടോ. കള്ളന്മാരൊക്കെ അങ്ങനെ കുനിഞ്ഞു നടക്കണോ? ഇതിലും വലിയ കള്ളന്മാര് നാട്ടിൽ കൂടി തലയുറഞ്ഞ് നടക്കുന്നത്. ഇന്നല്ലേ നമ്മള് ഇത് പ്രൊഫഷനാ. ഇതിപ്പോ ആരെ വീടത്? ഇവിടുത്തെ അഡ്രസ്സ് വാങ്ങിട്ട് ഇവിടെ പെണ്ണ് കാണാൻ വന്നതല്ല. നമ്മൾ ഇവിടെ നിന്ന് കക്കുന്നു പോകുന്നു. നീ കണ്ടില്ലടാ, ഇവിടെ പൂത്ത പണം. പൂത്ത പണം വെക്ക് വേണ്ട. എന്താ ഒന്നായിട്ട് പൂത്തു പോയില്ലേ? നട്ടപ്പാത്രക്ക് വേണ്ടി ഒരു കോമഡി. എടുക്കണ പോലും മരം വേണ്ട. അതേതോ രാജാവിന്റെ ഫോട്ടാടാ. ഫോട്ടായതൊന്നും കുഴപ്പമില്ല. ഇല്ലെങ്കിൽ
വേറൊരു ഫോട്ടോ ആയിട്ട് ഈ ചുമരുടെ മുകളിൽ കിടക്കലും. ഇനി ഒരു അച്ഛനം മിണ്ടാണ്ട് എന്റെ കൂടെ വന്നോട്ടോ. ഓന്റെ ഒരു കത്തി പോടെ. ഒരു തീപ്പെട്ടിന്റെ കഷ്ണം നോക്കിയായും വീട്ടിലെടുക്കാനില്ല. ഇത് കൊണ്ട് കാര്യമില്ല. ബുദ്ധിനെ പഠിപ്പിച്ച് ഡോക്ടറാക്കണമെന്നായിരുന്നു അച്ചുവിന്റെ ആഗ്രഹം. ഇതിനിടയിൽ ചാക്കോ മാഷ കൈ ആരോ വെട്ടി. നോവലിസ്റ്റ് അല്ലേ? 18-ാം വട്ട തെങ്ങിന്റെ താഴെ കാറ്റുകൊണ്ടിരുന്ന കുട്ടൻ തമ്പുരാന്റെ തലയിൽ തേങ്ങ വീണു. എപ്പോ വന്നു? ഇപ്പൊ വന്നേക്കുള്ളൂ. അല്ല, സാറിന്റെ നോവലൊക്കെ ഞങ്ങൾ വായിക്കലുണ്ട്. ഞാൻ നോവൽ എഴുതാറില്ലല്ലോ. സീരിയലാണോ ഇത്? സീരിയൽ കാണലുണ്ട്. സീരിയലും ഞാൻ എഴുതാറില്ല. ഇയാള് പിന്നെ എന്ത് മണ്ണ കട്ടട ഇതില്? ഇയാള് ട്രെയിനിന്റെ ബാത്റൂമിൽ നമ്പറും പേരും ഒക്കെ ഇത് നാളാണ് എനിക്ക് തോന്നുന്നു. ഇയാൾ നല്ല വെള്ളത്തിലാണോ? എന്താ? ഇവന് നല്ല വെള്ളത്തിന് ദാഹിക്കുന്നുണ്ട് എന്ന് പറയായിരുന്നു. റോയ്. ഞാൻ സാബുവാണ് സാറേ. ഏയ്, നിങ്ങൾ റോയ് അല്ല, ഞാൻ സാബുവാണ്. വീട് ഇവിടെ തൊട്ടടുത്താ. എന്റെ കഥയിലെ റോയ് ആണ് നിങ്ങൾ. റോയാണ്. ഇവൻ നീ വെറും ബോയ്. വെറും പോയി. ഞാൻ റോയ് മാത്യു. റോയ്, നടക്ക് റോയ്. എന്തിനാണ് ആ പാവം പെൺകുട്ടിയുടെ കാഡ്ബറി നിങ്ങൾ കട്ടെടുത്തോടിയത്? എനിക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി. തെറ്റ് സമ്മതിക്കുന്നു എന്നുള്ളത് തന്നെ പ്രായശ്ചിത്തമാണ്. അതെ അതെ. കള്ളന്മാരല്ലടാ നിങ്ങൾ. സത്യമായിട്ട് ഞങ്ങൾ കള്ളം പറയല്ല സാർ. സത്യമായിട്ടല്ല. അയ്യോ സാർ, ഞങ്ങളൊരു പാവ കലാകാരന്മാരാണ്. സത്യമാണോ കുഞ്ഞേ? അതെ. എന്ത് കല്യാണം ഞാൻ നല്ല ഡാൻസ് ചെയ്യും സാർ. നടക്കുമ്പോ വരെ താളല്ലാത്ത ഒരാളാ ഞാൻ. പിന്നെ എങ്ങനെയാ ഡാൻസ് കളിക്കുക? ഒരു മുறை വന്ന് പാറായോ. എന്തിനാണ് നാഗു നീ എന്നെ വിട്ട രാമനാഥന്റെ കൂടെ പോയത്? വാ, നമുക്ക് മണിയറയിലേക്ക് പോവാം. എടോ, ഇയാള് വേറെ റൂട്ടിലാ പോകുന്നത്. തലക്കാലം ഒന്ന് അഡ്ജസ്റ്റ് അല്ലേ വേണ്ട, നൃത്തം നടക്കട്ടെ, എന്നിട്ടാവാം മണിയറ. ഞാൻ എവിടുന്ന് നൃത്തം കളിക്കുന്ന കണ്ടു. നിങ്ങൾ രണ്ടുപേരും ചേർന്നുള്ള നൃത്തമല്ല, നിന്റെ സിംഗിൾ ഡാൻസ്. വേദിയിൽ റോയിയുടെ സിംഗിൾ ഡാൻസ്. പോയി കളി. तद्धीं धन्नत्तद्धिं तद्धीं धन्नाधिं तद्धीं धन्नत्तद्धिं तद्धीं धन्नाधिं तत्तां धन्नतजनु धन्नतजनु तधन्नतां कुजनु धन्नतजनु तक्रदं तक्रदं तद्दि तक्रदं ധിത്തികിതൈ തകതദ്ധിമിതദ്ധിമിതൈ മണിവർണ്ണന്റെ കൺമുന്നിൽ. ഈ അടി എനിക്ക് എന്തിനാ കിട്ടിയെന്ന് മനസ്സിലായോ? ഇത് റെഡി ആയിട്ടില്ല. റെഡി ആക്കില്ലല്ലേ സാർ? എനിക്ക് അന്നേരം തോന്നി ഇത് റെഡി ആക്കില്ല. സാർ ഒന്ന് ഇവനെ പഠിപ്പിച്ചു കൊടുക്കണം. ഇവൻ നല്ലോണം കളിക്കുന്ന ഒരാളാണ്. ഈ സാറിന്റെ അടുത്ത് നിന്നിട്ട് പഠിച്ചിട്ട് വന്നാൽ മതി കേട്ടോ. ഞാൻ തൽക്കാലം വീട്ടിലേക്ക് പോട്ടെ. എന്താ ഉദ്ദേശം? ഞാൻ രക്ഷപ്പെടാൻ പോവുകയായിരുന്നു സാർ. നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ ഇതിലൊരു ബുള്ളറ്റ് ഉണ്ട്. എനിക്ക് രക്ഷപ്പെടണ്ട. അതുകൊണ്ട് നിന്നെ ഞാൻ രക്ഷപ്പെടുത്താം. രക്ഷപ്പെടണ്ട. കേട്ടാ? എന്നാ നിന്നെ ലൈഫിലേ രക്ഷപ്പെടുത്താനുള്ള ഒരു മാർഗം എന്റെ കയ്യിലുണ്ട്. വാ, ഇങ്ങോട്ട് വാ. അയ്യോ, ഇവിടെ കുത്തിരിക്ക. കുത്തേ. അയ്യോ. കുത്തി കുത്താണ് വരും കുത്ത്, കയ്യെ കുത്ത് മരം കുത്ത്. ഇതിൽ പഠിച്ച് മാസ്റ്ററായിട്ട് വേൾഡ് കപ്പോ ഒളിമ്പിക്സോ നേടിയിട്ട് അതുവഴി രക്ഷപ്പെട്ട് പൊക്കോണം. പിന്നെ ഇതെങ്ങാണ് ആരെങ്കിലും പഠിപ്പിച്ച എന്റെ ജീവിതം എന്റെ മദ്യം അതുപോലെ സങ്കടമായിട്ട് കുടിക്കല്ലേ. എന്റെ കഥയിലെ രവീന്ദ്രൻ നായകൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വിഷമൊഴിച്ചു വെച്ച വിഷമദ്യമാണത്. വിഷമദ്യോ? അയ്യോ, 2 മിനിറ്റ് ഇനി അവൻ ഭൂമിയിൽ ഉണ്ടാവും. 2 മിനിറ്റോ? എടാ, ആ 2 മിനിറ്റോണ്ട് ഇനി എനിക്ക് തരാനുള്ള 20,000 രൂപ എടുത്ത് വീട്ടിൽ വെക്കാൻ പറയണ. അയ്യോ, 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 എടാ 2 മിനിറ്റ് ആയടാ. അയ്യോ, അയ്യോ, രവീന്ദ്രൻ പഠിച്ചോ? എന്റെ രവീന്ദ്രൻ സമാധിയായി. പൊട്ടിക്കാത്ത വിഷല്ലേ സാറേ? ഇത് വിഷം പൊട്ടിച്ചില്ലല്ലോ. ഇത് ഞാൻ പൊട്ടിച്ചില്ല, മദ്യത്തിൽ ഒഴിച്ചില്ല. അപ്പോൾ എന്റെ രവീന്ദ്രൻ മരിച്ചിട്ടില്ല. എന്റെ രവീന്ദ്രൻ
എനിക്ക് ഈ അടി കുടുങ്ങി എന്തിനാന്ന് മനസ്സിലായോ? ഒരു ജോലി ചെയ്യുമ്പോ മര്യാദക്ക് ചെയ്യണം. ഒന്നുകിൽ വിഷം കലക്കുക അല്ലെങ്കിൽ കലക്കാണ്ടിരിക്കുക. എടോ ഞാൻ പേടിച്ചറ്റാക്ക് ഒന്ന് മരിച്ചു വീഴണോ? മരിക്കാത്തതാണ് എന്റെ പ്രശ്നം. ഇപ്പൊ ശരിയാക്കി തരാം. നല്ല കൈഡി വരട്ടെ. നല്ല സ്കിറ്റ് ആയിരുന്നു ഗിരീഷേട്ടാ. പുതിയ 2 ആൾക്കാരെ കൊണ്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ കുടുംബത്തിലേക്ക്. 2 പേർക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം, വെൽക്കം. 2 പേരെ ഒന്ന് പരിചയപ്പെടാൻ ആഗ്രഹമുണ്ട് ഞങ്ങൾക്ക്. ചേട്ടൻ്റെ പേര് രമേശ്. ചേട്ടൻ്റെ പേര് ഷിജിത്ത്. സ്കിറ്റ് കാര്യങ്ങളൊക്കെ നേരത്തെ മുതലേ ചെയ്ത് ഉള്ള ആൾക്കാർ കുറച്ചൊക്കെ. സിനിമ ചെയ്തിട്ടുണ്ടല്ലേ? ചേട്ടൻ ഇപ്പൊ ലാസ്റ്റ് ചെയ്ത് പെരുമാനി എന്ന് പറഞ്ഞ സിനിമയുണ്ട്. പെരുമാനി എന്ന് പറഞ്ഞ സിനിമ ആഗസ്റ്റ് 9 ഇറങ്ങുന്ന മറ്റേ പൊറാട്ട് നാടകത്തിൽ അതിലുണ്ട്. ഓ അടിപൊളി. രമേശ് ചേട്ടനോ? സിനിമയുണ്ട്. അപ്പൊ ഇങ്ങനെ സ്കിറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉഷാറായിട്ട് ലൈവായിട്ട് നിൽക്കുന്നു. നിഷേട്ടാ? രമേശ് കുറെ നാളുകളായിട്ട് ഫീൽഡിലുള്ള ആളാണ്. എനിക്കറിയാവുന്ന ആർട്ടിസ്റ്റാണ്, നല്ല ആർട്ടിസ്റ്റാണ്. കുറെ സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം നസീർക്ക് തന്നെ തുടങ്ങാം. ഗിരീഷ് നേരം ഒന്ന് കഷ്ടപ്പെട്ടു അല്ലേ? കുറെ തോൽവികൾ ഏറ്റി വാങ്ങിയായിരുന്നു കുറച്ച് നാളുകൾ. അതെന്താ കാരണം എന്ന് ഗിനീഷിന് മനസ്സിലായിരുന്നു? മനസ്സിലായി സാർ. എന്തായിരുന്നു? ഒന്ന് കൂടെ നിൽക്കുന്ന കട്ടക്കൊരു ടീം വേണം. ഒന്നത്. രണ്ടാമത് സ്ക്രിപ്റ്റ് നന്നായെങ്കിലേ ഉള്ളൂ കൂടെ നിൽക്കുന്നവർക്കും ചെയ്യാൻ പറ്റുള്ളൂ. ഇനി സ്ക്രിപ്റ്റ് നന്നായാൽ കൂടെ നിൽക്കുന്നവർ നല്ലോണം ചെയ്തില്ലേ അതും പൊളിയും. അപ്പം മൊത്തത്തിൽ നല്ലൊരു പാക്കേജ് ആയിരിക്കണം നമ്മൾ കയറുമ്പോൾ. അപ്പം നിങ്ങളത് മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് അവർ ഈ കുറ്റം പറയുന്നത്, എന്താണ് അതിൻ്റെ കാരണം എന്ന് മനസ്സിലാക്കി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ആ കുറ്റങ്ങളെല്ലാം മാറ്റി ഇച്ചിരി വൃത്തിയുള്ളൊരു സംഭവങ്ങൾ ഒരുപാട് ചിരിപ്പിച്ചില്ലെങ്കിലും നമുക്ക് കാണുമ്പോൾ ഒരു അഴകുണ്ടായിരിക്കണം അതിൽ. ആർക്കും ഒരു പ്രശ്നങ്ങളില്ലാതെ തെറ്റുകളില്ലാതെ നല്ല ഒരു ആർട്ടിസ്റ്റാണെന്നുള്ള ഫീല് വരുന്ന രീതിയിൽ പുതിയ ആൾക്കാരായിക്കോട്ടെ പഴയ ആൾക്കാരായിക്കോട്ടെ സ്റ്റേജിൽ കയറി ചെയ്യുമ്പോൾ എക്സ്പീരിയൻസ് ഉള്ളവരായിട്ട് നമുക്ക് ഫീൽ ചെയ്യണം, നമ്മുടെ പ്രേക്ഷകർക്കും ഫീൽ ചെയ്യണം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബേസിക് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ ഒരു സ്ക്രിപ്റ്റിൽ നിന്ന് ഒരു രസമില്ലാത്ത രീതിയിലാണ് ചെയ്തിട്ട് പോയത്. ഇപ്പോൾ എന്തായാലും മാറ്റങ്ങൾ ഉണ്ട്. നിങ്ങൾക്ക് മാറ്റങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചു. ഇതിൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ 3 പേരും നല്ല 2 കൂട്ടുകെട്ടാണ് കിട്ടിയിരിക്കുന്നത്. എല്ലാം കൊണ്ടും രസമായിരുന്നു കാണാനായിട്ട്. താങ്ക് യു നസീർക്ക. ചേട്ടാ, നിങ്ങൾ ഉള്ള സ്കിറ്റ് നല്ല വൃത്തിയായിട്ട് നിങ്ങൾ കളിച്ചെന്ന് പറയാം കേട്ടോ. ഗിനീഷായാലും രമേശായാലും നിങ്ങൾ മൂന്ന് പേരും നമ്മുടെ ഷിജിത്താണെങ്കിൽ പോലും നമുക്കിതിനകത്ത് നിങ്ങളുടെ പേഴ്സണലായിട്ട് ഓരോരുത്തരെ അറിയാം. നല്ല കഴിവുള്ള ആൾക്കാരാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ ടീം വർക്ക് ആദ്യമായിട്ടാണ് അല്ലേ? ആ ടീം വർക്ക് ആദ്യമായിട്ടാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പെർഫോമൻസ് ചിലപ്പോൾ മാർക്ക് കൂടിയോ കുറഞ്ഞോ വരുമായിരിക്കും ടോട്ടൽ വരുമ്പോൾ. പക്ഷേ ഇനിയൊരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, അടുത്തൊരു സ്കിറ്റ് നിങ്ങൾ ഹൈ ലെവൽ കളിച്ചിരിക്കുന്ന ഉറപ്പാണ്. അപ്പോൾ അടുത്ത പ്രാവശ്യം എന്തായാലും പൊളിച്ചെടുക്കണം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. മിയ? നല്ല അറ്റംപ്റ്റ് ആയിരുന്നു. ഇതേപോലെ കിളി പോയ ഒരു റൈറ്ററും അവിടേക്ക് മോഷ്ടിക്കാനായിട്ട് വരുന്ന 2 പേരും. രസമായിരുന്നു നിങ്ങളുടെ പെർഫോമൻസ്. ഡാൻസ് കളിച്ച പോർഷനൊക്കെ ഡാൻസ് ഒരു രക്ഷയുമില്ല. എല്ലാം രസമായിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറച്ചും കൂടെ ഈ ഇവരൊക്കെ പറഞ്ഞല്ലോ, അപ്പോൾ കുറച്ചും കൂടെ ഒരു ബെറ്റർ ആയിട്ട് ഇനിയും വരണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മിയ. അപ്പൊ നമുക്ക് മാർക്സ് വാങ്ങിക്കാം അല്ലേ ഗിരീഷേട്ടാ? ഓക്കെ, ആദ്യം പ്രജേട്ടാ. ഞാൻ 8 മാർക്ക്. 8,000 രൂപ. നസീർക്ക? ഞാനും കുറയ്ക്കുന്നില്ല, 8 തന്നെ. അപ്പോൾ ടോട്ടൽ 16 മാർക്ക്, 16,000. അപ്പം അറിഞ്ഞ് നേരെ ടോട്ടലായിട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കാം. 30,000 രൂപ. ഓക്കെ, ഒരു പുതിയ ടീം എന്നുള്ള നിലയ്ക്ക് 30,000 നല്ലൊരു എമൗണ്ട് ആണ്. അപ്പോൾ ഇനി നിങ്ങൾ ഒരുമിച്ച് ഒരു ടീമായിട്ട് നിന്നിട്ട് നല്ല സ്കിറ്റുകളുമായിട്ട് നമ്മൾ ഒരുപാട് ചിരിപ്പിക്കുക. ഓക്കെ ചേട്ടാ, താങ്ക് യു. നീ വരണം. ഓക്കെ, ചേട്ടാ, നമ്മുടെ മോനെ ഒന്ന് നോക്കിയേ. എന്തേ? ചേട്ടനെ കൊത്തിവെച്ച പോലുണ്ട്. അതല്ല ശരിയാ. പക്ഷെ ശില്പി ഞാനാണോന്നൊരു സംശയം. ഒരുമാതിരി പോലീസുകാരുടെ പോലത്തെ ഡയലോഗ് പറയല്ലേ എന്നോട്. എടി, എന്റെ മോനാണെങ്കിൽ ഇങ്ങനെ കപ്പട മീശ ഉണ്ടാവില്ലേ? എങ്ങനെയുണ്ട് എന്റെ കോമഡി? നന്നായിട്ടുണ്ട്. ഇതുപോലുള്ള കോമഡികളാ ഞാൻ കലക്കാറ്. നിനക്കറിയോ, എല്ലാ മാസവും 1-ാം തീയതി SP, IG ഇവരോടെല്ലാം ഫോൺ പിടിച്ചിട്ട് ഞാൻ ഇങ്ങനത്തെ കോമഡി പറയും. അവര് ചിരിച്ച് ചുമ്മാതല്ല എല്ലാ മാസവും ഒരു ട്രാൻസ്ഫർ എഴുതി കുത്തി ഇങ്ങോട്ട് തരുന്നത്. നമ്മുടെ വീട്ടിൽ പുതിയതായിട്ട് ഒരാളും കൂടെ വന്നിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞുണ്ടോ. ജാരനല്ല ഭാഗ്യം. പിന്നെ ഇവനെ വളർന്നോണ്ടിരിക്കുക. ഒറ്റ ദിവസം കൊണ്ടാ? ഇതാരാ ശക്തിമാനോ? അയ്യോ, അതല്ല. ഇവൻ ഓരോ ദിവസം കഴിയുമ്പോ വളരുമല്ലോ. അപ്പൊ നമുക്ക് ചെലവും കൂടും. അതുകൊണ്ട് ഈ കൈക്കൂലി വാങ്ങിക്കുന്നത്
ഇനി ശരിയാവില്ല. കൈക്കൂലി വാങ്ങാണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റൂലേ സുലു? അതല്ല, ഈ നക്കാപ്പിച്ച വാങ്ങിച്ചാൽ ശരിയാവത്തില്ല. കൂടുതൽ കാശ് വാങ്ങിക്കണം. ഓ അങ്ങനെ കുത്തിന് പിടിച്ച് ഞെക്കിപ്പിഴിയണം. അതന്നെ. അത് ഞാൻ ഏറ്റ്. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്. നാളെ മുതൽ ഞാൻ 1 മാസം ലീവാ. 1 മാസം ലീവോ? എന്തിന്? അത് ഒരു കല്ലിന്റെ പരിപാടിയാ. എന്റെ ദൈവമേ, നിങ്ങൾ കള്ളക്കടത്തും തുടങ്ങിയോ? കള്ളക്കടത്താ? പിന്നെ നിങ്ങൾ പറഞ്ഞല്ലേ കല്ലിന്റെ ബിസിനസ് തുടങ്ങിന്ന്. ഇതൊരു ഓപ്പറേഷനാ. കള്ളക്കടത്ത് നടത്തുന്ന എല്ലാരും പറയുന്നതാ ഓപ്പറേഷൻ ഓപ്പറേഷൻ. എന്റെ സുലു, എന്റെ മൂത്രത്തെ കല്ലിന്റെ ഓപ്പറേഷനാ ഞാൻ പറഞ്ഞേ. അയ്യോ, മരുന്ന് പിടിച്ചാ? മരുന്ന് നനച്ചിട്ട് തിരിവെച്ചിട്ട് പൊട്ടിക്ക. ഇത് പാറക്കല്ല് പൊട്ടിക്കുന്നതല്ല, മൂത്രത്തെ കല്ല് പൊട്ടിക്കുന്നയാ. മരുന്ന് കുടിച്ചോ? മരുന്നൊന്നും കുടിക്കണ്ട. ഇന്നെന്താ പ്രത്യേകത? നമ്മുടെ കുഞ്ഞിന്റെ ഫസ്റ്റ് ബർത്ത്ഡേ അല്ലേ? അപ്പൊ ഞാൻ ഇന്ന് 2 സ്മോൾ അടിക്കും. നിങ്ങൾ ഇന്ന് 2 സ്മോൾ അടിക്കില്ല. എന്താ? ഇന്ന് ഇവിടെ ഒരു ഗസ്റ്റ് വരുന്നുണ്ട്. ആരാടി അവൻ? അത് തന്നെ എനിക്കറിയണം. നീ എപ്പോഴും പറഞ്ഞ ആരാത്? ഏതാ ചാരൻ? ഞാൻ പറയാം. പിന്നെ ആരാന്നറിയണോ? നിങ്ങളുടെ അളിയൻ. എന്റെ അളിയനോ? നിന്റെ ആങ്ങള? അയ്യോ കീടം മധു. ദൈവമേ, ഓനെ പേടിച്ചിട്ടാണ് വീട്ടിൽ ബർത്ത്ഡേ നടത്താണ്ട് ഈ വലിയ ഹോട്ടൽ എടുത്തിട്ട് ഈ റൂമിൽ വെച്ച് നടത്തുന്നത്. നീ എന്തിനാ ഓൻ ഇങ്ങോട്ട് വിളിച്ചേ? അയ്യോ, ചേട്ടന്റെ പഴയ സ്വഭാവമൊക്കെ നിർത്തി. എന്ത് സ്വഭാവം? ഇപ്പൊ കള്ളുകൂടിയൊന്നും ഇല്ല. പിന്നെ ഇപ്പൊ കുടിയന്മാരെ ഉപദേശിക്കുന്നതാണ് മെയിൻ ജോലി. പിന്നെ ചേട്ടന്റെ പേരെന്താന്നറിയോ? കീടം മധു. കീടം മധു അല്ല, മധുശങ്കർ. കൈ നീട്ടു. കൈ നീട്ടി ഒരെണ്ണം കൊടുക്കട്ടെ? കൈ നീട്ടാൻ. വായിലിട്ട് ചവച്ചോളൂ. അരളിയാ. അത് വേഷല്ലേ? നിന്റെ അത്രയും വരൂല്ല. സുലു, എന്തോ കുഞ്ഞെവിടെ? വാവേ, ഇതാരാ നോക്ക്. കീടം മധു. സുലു. എന്തോ മോനെ ഗുങ്കുരു. കണ്ടോ അവൻ മാമനെ നോക്കി ചിരിക്കണ ചിരി കണ്ടോ? ചിരി മാത്രമല്ല, ഭയങ്കര കുടിയാ. ഗുരുവിനോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കുടി കുടി എന്നുള്ള വാക്ക് ഇവിടെ പറയരുതെന്ന്. ഞാനിവിടെ നിൽക്കണോ അതോ പോണോ? എടോ, പാല് കുടിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. കുട്ടിയായാലും കിട്ടിയായാലും കുടിയുടെ കാര്യം പറഞ്ഞാൽ എനിക്ക് ഭ്രാന്ത് വരും. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഭ്രാന്തൻ കേട്ടോ? സുലു, എന്തോ കുഞ്ഞിന് പേരിട്ടോ? ഇല്ല. നല്ല ഒരു പേര് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താ പേര്? പറയട്ടെ? പറ. ഞാൻ ഇവിടെ എൻ്റെ എഴുതി വച്ചിട്ടുണ്ടായില്ല, നോക്കട്ടെ കേട്ടോ. കിട്ടി. നോക്കിക്കോ. മണിവർണ്ണ ലോചന വിലോചന ചക്രുശ്രവണ ദളസ്ഥൻ. എങ്ങനെയുണ്ട്? നല്ല പേര്. ഇത്തരം പേരല്ലേ? ഇത് ആരാ പറഞ്ഞേ? ഇത് അങ്ങനെ ഗോത്തായത്തുള്ളൊരു സ്വാമി പറഞ്ഞു വിട്ടതാ. അതങ്ങ് ഗോത്താടത്ത് പോയി പറഞ്ഞാ മതി. ഇതേ എന്റെ മോനാ, ഞാൻ പേരിടും. പുലി ഇങ്ങോട്ട് മാറ്. ചേകരാ, കൂടെയല്ല പിറക്കുന്ന നേരത്തും കൂടെയല്ല മരിക്കുന്ന നേരത്തും കൂടെയൽ കൂടെ ഇതാകെ കൂടി കൊടുത്ത് ചക്ക ഒഴയണ പോലെ. പിന്നെ എന്നാ ബാക്കി ഒന്ന് പറഞ്ഞു കൊടുത്തങ്ങോട്ട്. മധ്യേ ഇങ്ങനെ നടക്കുന്ന നേരത്ത് എന്തിനു നാമൃത? ബാക്കി ഞാൻ പറഞ്ഞോളാം. എന്റെ വലം കൈയിൽ രക്തമോട്ടം കൂടിയപ്പോഴും എന്റെ മനസ്സിനെയും ശരീരത്തെയും തളർത്താതെ പിടിച്ചു നിർത്തിയിട്ടും എന്താടാ ശേഖര നീ നന്നാവാത്തെ? എന്നാടാ നന്നാവാത്തെ? ഇത് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. നമ്മുടെ മംഗലശ്ശേരിയിൽ നിന്ന് നമ്മുടെ ഒരു സ്വാമി കുറിച്ച് വന്ന സൂത്രവാക്യോ. കണ്ടരാ? അത് തന്നെ. എങ്ങനെ മനസ്സിലായി? ഈ റീൽസ് ഇങ്ങനെ വൈറലായി കറങ്ങുന്നുണ്ട്. ഈ കൊച്ചിനെ കളിപ്പിക്കുമ്പോ എന്നെ കളിപ്പിക്കാൻ വേണ്ടി ആരെയും ഫോൺ ചെയ്യുന്നു? ഹലോ, ആണോ? വെരി ഗുഡ്. എന്റെ വാക്ക് കേട്ട് 15 പേര് കുടി നിർത്തിയോ? ഇവന്റെ വാക്ക് കേട്ട് 15 ആള് വീടും കുടിയും പോയി. സാധാരണ മാത്രം കുടി നിർത്തിയില്ലേ? ഒന്നും നോക്കണ്ട, ഒരു കവളമടൽ വെട്ടിയെടുത്ത് അവന്റെ കൈയും കാലും തല്ലി ഓടിച്ച് അവനെ നേരെ എന്റെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോവാ. ആശ്രമോ? ഇവരെന്താ ആശ്രമോ? ഒരു ആശ്രമോ ചെയ്യാത്ത ഇവൻ ആശ്രമോ? ഞാനിവിടെ നിക്കണോ അതോ പോണോ? പോണ്ട. ചേട്ടൻ കുഞ്ഞിനെ നേരം നോക്കിയത് പോലും ഇല്ല. അവൻ കൊച്ചിനെ പറപ്പിക്കും. അയ്യോ. പിന്നെ ഉണ്ടല്ലോ ചേട്ടാ, നാട്ടുകാര് പറഞ്ഞ ശരിയല്ലേ? എന്ത്? എന്റെ ചേട്ടൻ ഒരു മഹായോഗിയാ. ചേട്ടൻ പറഞ്ഞ വല്ലോ മനസ്സിലായോ? ഓന് തന്നെ മനസ്സിലായിട്ടില്ല, പിന്നെന്താ? എന്തായാലും ഒരു സോറി പറഞ്ഞു, ഒന്ന് കൂട്. സാമേ, എല്ലാം ക്ഷമിക്കണം അളിയ. ഇതെങ്ങനെ ഇങ്ങനെ കുടി നിർത്തിയത്? എന്റെ പൊന്നളിയ, നമ്മൾ മനുഷ്യനായ ജീവിതത്തിൽ ഒരു മാറ്റമൊക്കെ വേണ്ടേ? എപ്പോഴും കുടിച്ചോണ്ടിരിക്കാൻ പറ്റുമോ? എന്റെ പൊന്നളിയ, ഞാൻ കുടിച്ചോണ്ടിരുന്നപ്പോ എന്താ അലമ്പായിരുന്നു. അയ്യോ, മഹാകൂതറല്ലായിരുന്നു. ഞാൻ കുടിച്ച ഒരു ദിവസം വെളിവ് കേട്ടിട്ടല്ലേ പാലം തകർത്ത് കളഞ്ഞത്. ഏത് പാലം? അളിയന്റെ മൂക്കിന്റെ പാലം. പിന്നെ താഴെ കിടന്ന ചുറ്റിക്കെടുത്ത് ഒറ്റ അടി അടിച്ചിട്ടല്ലേ അളിയന്റെ ഫ്രണ്ടിലത്തെ 4 പല്ല് ഞാൻ കളഞ്ഞത്. ഇത് വെപ്പുവല്ലേ? എല്ലാം ഞാൻ നിർത്തിയളി.
അളിയ ഇപ്പൊ ഞാൻ നല്ലൊരു മനുഷ്യനാ, പച്ച മനുഷ്യനാണ് ഞാൻ. അങ്ങനെയാണെങ്കിൽ ആ സന്തോഷത്തിൽ നമുക്ക് രണ്ടെണ്ണം അടിച്ചാലോ? നമുക്ക് രണ്ടെണ്ണം അടിച്ചാലോ? അല്ല, എനിക്ക് കുടി എന്നുള്ള വാക്ക് പറയരുത് സുലു. ഞാനിവിടെ നിൽക്കണോ അതോ പോണോ? ഞാൻ പറഞ്ഞത് കേക്ക്. ഇന്ന് കൊച്ചിന്റെ ബർത്ത്ഡേ അല്ലേ? അപ്പൊ പിന്നെ ഞാൻ ഇന്ന് രണ്ടെണ്ണം അടിച്ചിട്ട് നിർത്തുക. എന്നിട്ട് അളിയന്റെ പാത പിന്തുടരും. ഉറപ്പാണോ? ഉറപ്പ്. ഇന്ന് രണ്ടെണ്ണം അടിച്ചിട്ട് നാളെ മുതൽ എന്റെ പാത പിന്തുടർന്നോളൂല്ലോ? ഉറപ്പ്. മാറ്റം വരത്തില്ലല്ലോ? ഇല്ല. ഒന്ന് 3 അടിക്കാം. എന്തിനാ 3? ഒന്ന് ടച്ചിങ്സ്. ശരിയാ, ടച്ചിങ്സ് ഇല്ലെങ്കിൽ ഇറങ്ങാൻ പറ്റില്ല. അതെ. അപ്പൊ 3 അടിച്ചോ. അപ്പൊ ഒന്ന് വായിരിക്കും. അല്ല പിന്നെ അടിച്ചോ. ഞാനേ കാത്തു നിൽക്ക്. അളിയാ, അളിയ നേരത്തെ ഒരു മിനിറ്റേ ഒരു പേര് പറഞ്ഞില്ലേ കുട്ടിക്കിടാൻ വേണ്ടി? എന്താ പേരൊന്ന് പറഞ്ഞേ? പേര് മാങ്ങാത്തൊലി. മാങ്ങാത്തൊലിയോ? അല്ല, ഞാൻ ഒന്ന് നോക്കട്ടെ കേട്ടോ. മണിവർണ്ണ ലോചന വിലോചന ചക്ഷുശ്രവണകളസ്ഥൻ. നല്ല പേരല്ലേ? അളിയനൊരു വിഷമം വേണ്ട. അളിയന്റെ മണി ഇങ്ങോട്ട് എടുക്കാം. അല്ല, പേരിലെ മണി ഇങ്ങോട്ട് എടുക്കാം. ആൺകുച്ചാണല്ലോ, അപ്പൊ നമുക്ക് കൂട്ടമണി ഇടാം. അല്ല, മണിക്കുട്ടൻ ഇടാം. അളിയൻ കുടിച്ചോണ്ടിരിക്കുമ്പോ ഭയങ്കര അലമ്പേനല്ലേ? പക്ഷെ നല്ലോണം പാട്ട് പാടുമല്ലോ. പാട്ട് പാടും. പാട്ടെന്റെ വീക്ക്നെസ് ആയിരുന്നു. ഞാൻ വെള്ളം അടിച്ച് വെളിവ് വിട്ട് കഴിയുമ്പോ ഞാൻ ഒരു പാട്ട് പാടുമായിരുന്നു. നെഞ്ചുടുക്കിന്റെ താളത്തുടിപ്പിൽ നൊമ്പരങ്ങൾ പാടാം. നല്ല പാട്ടാ. എല്ലാം ഞാൻ നിർത്തിയില്ല അളിയാ. ഈ പാട്ടിലല്ലേ ഫാത്തിമേനെ വീഴ്ത്തിയത്? അതൊക്കെ പേര് ഇവിടെ മിണ്ടി പോരുത്. അവൾ ഒറ്റ ഒരുത്തിയാണ് എന്നെ കള്ളുകൂടിയനാക്കി മാറ്റിയത്, എന്റെ ജീവിതം തകർത്തത്. ഞാൻ നിക്കണോ അതോ പോണോ? ഇരിക്കളിയ. ആ ഫാത്തിമേന്റെ ആ പ്രേമുണ്ടല്ലോ, കമ്പിളിന്റെ നാട്ടിലെല്ലാരും അറിഞ്ഞു കേട്ടോ. എന്നാലും എങ്ങനെ നിങ്ങൾ ആ പ്രേമം ഇങ്ങനെ പൊട്ടി? ആരാ ഓളെ കഴിച്ച് കൊണ്ടുപോയേ? ബഷീർ. അവനെ എന്റെ കൈ കിട്ടിയോണ്ടല്ലോ പാവക്കാരിയുടെ പോലെ കണ്ടാൻ പൂണ്ടായിരിഞ്ഞോളെ. എന്നെ അറിയാൻ പാടില്ല. അളിയാ, എനിക്കൊരു സത്യം പറയാൻ. സത്യമാണ് പറയാൻ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുന്നതിന് മുമ്പ് 2 അടിക്കണം. നല്ലതാ. പറഞ്ഞത് ഞാൻ പറയട്ടെ, സത്യം പറ. അളിയനെ ആ പെണ്ണെന്ന് തേച്ച് പോയില്ലേ? പറ. അന്ന് രാത്രി ഓൾ എന്നെ വിളിച്ചിനേനു. അത് ശരി, ബഷീർ എന്ന കള്ളപ്പേരിൽ അവള് നിങ്ങളെയാണ് വിളിച്ചോണ്ടിരുന്നല്ലേ? വൃത്തികെട്ടവനെ. നിന്നെ ഇന്ന് ഞാൻ മാങ്ങാത്തിന് തൊട്ടിരി കാണിച്ചാണ് അളിയൻ വന്നേക്കണം. ബഷീറ, ഹലോ, ഞാൻ ഡോക്ടർ രാമകൃഷ്ണനാണ്. എന്താ ഡോക്ടറെ? നമ്മളെന്ന് പറഞ്ഞില്ല, ആ മൂത്രത്തിൽ കല്ലിന്റെ ഓപ്പറേഷൻ. അത് നമുക്ക് നാളെ നടത്തിയാലോ? അതിന്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നില്ല. അതെന്താ? ഒരു സ്പെഷ്യലിസ്റ്റ് വന്ന് ഫ്രീ ആയിട്ട് എന്റെ മൂത്രത്തെ കല്ല് പൊട്ടിച്ച് തകർത്തു സാറേ. അപ്പോ ഇന്നത്തെ നമ്മുടെ ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വരെയുടെ സമയം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് എല്ലാ ദിവസവും ചോദിച്ച്, എനിക്കറിയാം നിങ്ങൾക്ക് ഒരു കാര്യം പോലും ഇവിടെ ഇഷ്ടമില്ല ഉള്ള എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് എല്ലാ ദിവസവും നിങ്ങളെ കൊണ്ട് ഞാൻ ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല. ചേച്ചിമാരെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അത് നിങ്ങളുടെ കയ്യിൽ കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. ഒത്തിരി സന്തോഷം. അടുത്ത എപ്പിസോഡിൽ നിങ്ങൾ തന്നെ വരണം കേട്ടോ. നിങ്ങളോട് ഞാൻ പ്രത്യേകിച്ച് പറയാം, നിങ്ങൾ പോകണം. ഞങ്ങൾ തന്നെയാണ്. ആർക്കെങ്കിലും പോകണമെന്ന് ആഗ്രഹമുണ്ടോ? എന്തെങ്കിലും തിരക്കുകൾ? ഒന്നുമില്ല. നന്നായി വരും. അപ്പോ ഇവർക്ക് ആർക്കും ഒരു തിരക്കുമില്ല. നിങ്ങളുടെ തിരക്കെല്ലാം മാറ്റി വെച്ചിട്ട് അടുത്ത എപ്പിസോഡിൽ കൃത്യസമയത്ത് ടിവിയുടെ മുമ്പിൽ ഉണ്ടാവണം. ഞങ്ങളുണ്ടാവും. ഓക്കെ, അപ്പോ അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.